ഹായ് വെൽക്കം ബാക്ക്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വീഡിയോ സീരീസിലെ രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ ഭാഗത്ത് നമ്മൾ എന്താണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡെന്നും അതിനുള്ളിലെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഒഫൻസസ് ഏതൊക്കെ കാറ്റഗറിയാണ് വരുന്നതെന്നും മേജർ ഫങ്ഷണറീസ് അണ്ടർ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആൻഡ് ദെയർ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദിസ് വീഡിയോ വി ആർ മേജർലി ഫോക്കസിങ് ഓൺ ദ മേജർ പ്രൊസീജിയേഴ്സ് അണ്ടർ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഇൻക്ലൂഡ്സ് ദ അറസ്റ്റ്, ഇൻവെസ്റ്റിഗേഷൻ, എൻക്വയറി ആൻഡ് സെർച്ച് ആൻഡ് സീഷർ ആൻഡ് ഓൾസോ ദ ക്രിമിനൽ കോഡ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് ആൻഡ് ജൂറിസ്ഡിക്ഷൻ അധികാര പരിധികൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പോയിൻറ്റ്സ്. ഫസ്റ്റ് ഈസ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. ക്രിമിനൽ നടപടിക്രമങ്ങളിലെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അറസ്റ്റ്. An arrest is an act of taking a person into custody as he or she may have suspected of a crime. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രൈം ചെയ്തു എന്ന് സസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന, സംശയിക്കുന്ന ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുന്ന പ്രക്രിയയാണ് അറസ്റ്റ് എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ അറസ്റ്റിംഗ് എ പേഴ്സൺ ഫർദർ goes into procedures like interrogation and investigation is done. അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരെ ഇൻറ്ററോഗേറ്റ് ചെയ്യുകയും അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ആർ ദ മേജർ ടൈപ്സ് ഓഫ് അറസ്റ്റസ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്ന് നോക്കാം. സോ അക്കോർഡിംഗ് ടു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ദർ ആർ 3 types of arrest. 3 തരത്തിലുള്ള അറസ്റ്റുകളാണ് CRPCയിൽ പറയുന്നത്. ഒന്നാമത്തേത്, അറസ്റ്റ് ക്യാൻ ബി ഡൺ ബൈ എ പോലീസ് ഓഫീസർ വിത്ത് ഓർ വിത്തൗട്ട് എ വാറൻറ്റ്. സെക്കൻഡ്, അറസ്റ്റ് ബൈ എ പ്രൈവറ്റ് പേഴ്സൺ വിച്ച് മീൻസ് ഒരു കോമൺ മാൻ. ആൻഡ് അറ്റ് ലാസ്റ്റ്, അറസ്റ്റ് ഡൺ ബൈ എ മജിസ്ട്രേറ്റ്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി വിശദമായി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അറസ്റ്റ് ബൈ എ പോലീസ് ഓഫീസർ. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന അറസ്റ്റ് പ്രൊസീജിയറാണ് അറസ്റ്റ് ബൈ എ പോലീസ് ഓഫീസർ. In here, the police officer have been authorized to arrest any person with warrant in a non-cognizable offences. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കോഗ്നിസിബിൾ ഒഫൻസ് എന്താണെന്നും നോൺ കോഗ്നിസിബിൾ ഒഫൻസ് എന്താണെന്നും വളരെ വ്യക്തമായി പറഞ്ഞതാണ്. സോ അത് പ്രകാരം ഒരു കോഗ്നിസിബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ വാറന്റ് ഉണ്ടെങ്കിൽ പോലീസിന് ആ വ്യക്തിയെ, ഒഫൻഡറായിട്ട് സംശയിക്കപ്പെടുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് വാറന്റ് ഷുഡ് ബി റിലീസ്ഡ് ബൈ ദ കൺസേൺ കോർട്ട്. ഏത് കോടതിയുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നാണോ ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്, ആ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്, ആ കോടതിയായിരിക്കണം വാറന്റ് പുറപ്പെടുവിക്കേണ്ടത്. ആ വാറന്റ് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന് സംശയിക്കപ്പെടുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടായിരിക്കും. നൗ എ പോലീസ് ഓഫീസർ ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് ഓർഡേഡ് ബൈ ദ കോർട്ട് അണ്ടർ സെർട്ടൈൻ സിറ്റുവേഷൻസ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ പോലീസിന് വാറൻ്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടായിരിക്കും. പ്രധാനമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഇതൊക്കെയാണ്. ഒന്ന്, അക്കോർഡിംഗ് ടു സെക്ഷൻ 41, ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ ഇൻസ്റ്റൻസസ് വെർ എ പോലീസ് ഹാസ് ഓതറൈസ്ഡ് ടു അറസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ വിത്തൗട്ട് വാറന്റ് ഫ്രം ദ മജിസ്ട്രേറ്റ്. സെക്ഷൻ 41 ഇതിലെ പ്രധാനപ്പെട്ട ഏതൊക്കെ സിറ്റുവേഷൻസിനാണ് പോലീസിന് അതിനുള്ള അധികാരമുള്ളത് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇൻവോൾവ് ഇൻ എനി കോഗ്നിസിബിൾ ഒഫൻസസ്. ഏതെങ്കിലും ഒരു കോഗ്നിസിബിൾ ഒഫൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ. കോഗ്നിസിബിൾ ഒഫൻസ് മീൻസ് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ്. എന്താണ് കോഗ്നിസിബിൾ ആൻഡ് നോൺ കോഗ്നിസിബിൾ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇൻ പൊസഷൻ or without any lawful excuse of any house breaking weapon. ഒരു വ്യക്തി, ഹൗസ് ബ്രേക്കിംഗ് മീൻസ് ഒരു വീട് പൊളിക്കാനുള്ള, അല്ലെങ്കിൽ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വീട് കുത്തിപ്പൊളിച്ച് അകത്ത് കയറാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വെപ്പൺ അയാളുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു ആയുധം അയാളുടെ കയ്യിലുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിലും ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം വിത്തൗട്ട് എനി വാറന്റ്. ആൻഡ് എ പ്രോക്ലെയിം ആസ് എൻ ഒഫൻഡർ either under CRPC or by
ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഒരു പ്രൊക്ലെയിം ഒഫൻഡറാണ്. മീൻസ് അയാളെ പിടിച്ചു കൊടുക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ളൊരു ഒഫൻഡർ ആണെങ്കിൽ അവരെയും എന്ത് ചെയ്യാം? പോലീസിന് വാറൻ്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം. ആൻഡ് ഇഫ് ദ പേഴ്സൺ ഈസ് ഇൻ പൊസഷൻ ഓഫ് എനി സ്റ്റോളൻ പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു കളവ് മുതൽ കൈവശം വെച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവരെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ആൻഡ് ഒബ്സ്ട്രക്റ്റിംഗ് എ പോലീസ് ഓഫീസർ വൈൽ ഇൻ എക്സിക്യൂഷൻ ഓഫ് ഹിസ് ഡ്യൂട്ടി or who has escaped or attempt to escape from lawful custody. പോലീസിനെ അവരുടെ കൃത്യം നിർവഹിക്കുന്നതിൽ തടസ്സപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോഫുൾ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോവാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ചാടിപ്പോയിട്ടുള്ളതോ ആയിട്ടുള്ളൊരു പ്രതിയെ പോലീസിന് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ആൻഡ് റീസണബിളി സസ്പെക്റ്റഡ് ഓഫ് ബീയിങ് എ ഡെസേർട്ടർ ഫ്രം any of the armed forces of the union. Armed forces means military, means or army or navy or air force തുടങ്ങിയിട്ടുള്ള armed forcesൽ നിന്നും എവിടെ നിന്നും ചാടി വന്നിട്ടുള്ള, അവിടെ നിന്ന് ഒളിവിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്ന് സംശയിക്കപ്പെടുന്ന ഒരാളെയും പോലീസിന് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ആൻഡ് ഈസ് കൺസേൺ വിത്ത് എനി ലോ റിലേറ്റഡ് ടു എക്സ്ട്രഡീഷൻ. എക്സ്ട്രഡീഷൻ എന്നുള്ളത് പബ്ലിക് ഇൻ്റർനാഷണൽ ലോയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഉദാഹരണത്തിന് മറ്റുള്ള ഒരു അയൽ രാജ്യത്തെ പ്രതിയായ ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാകിസ്ഥാനിൽ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളൊരു വ്യക്തി അയാൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് പാകിസ്ഥാൻ ഗവൺമെൻറ്റുമായി ഒരു എക്സ്ട്രഡീഷൻ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറ്റകൃത്യം ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ആ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് ഏൽപ്പിക്കേണ്ടുന്നത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമായിരിക്കും. അതിനെയാണ് എക്സ്ട്രഡീഷൻ എന്ന് പറയുന്നത്. സോ ഇഫ് എനി പേഴ്സൺ റീസണബിളി ഓർ കൺസേൺ വിത്ത് എനി ലോ റിലേറ്റിംഗ് ടു എക്സ്ട്രഡീഷൻ, he also can be arrested without any warrant. And the one whose arrest requisition has been received from another police officer, മറ്റൊരു പോലീസ് ഓഫീസർ ഇന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ then also he can arrest without any warrant. Now, according to section 42, if a person commits an offence in the presence of police officer, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുൻപിൽ വെച്ചാണ് ഒരു ഒഫൻസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, or where he has been accused of committing a non-cognizable offence and refuses on demand made by the police officer to give his name and residence or gives false name or residence. ഒന്നുകിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുൻപിൽ വെച്ച് കുറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, നോൺ കോഗ്നിസിബിൾ ആണെങ്കിൽ പോലീസിന് ഒരിക്കലും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ചെയ്യുകയും ആ കുറ്റം ചെയ്തതായിട്ട് സമ്മതിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ പോലീസിന് ഒരു തെറ്റായ പേരും അഡ്രസ്സുമാണ് കൊടുക്കുന്നതെങ്കിലോ അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലീസിന് ആ വ്യക്തിയെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. നൗ അനദർ കാറ്റഗറി ഈസ് അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിന് എപ്പോഴൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ആസ് പെർ സെക്ഷൻ 44 ഓഫ് CRPC, when an offence is committed in the presence of magistrate within his jurisdiction, he may himself arrest or order someone to arrest. മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ വെച്ചാണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ മജിസ്ട്രേറ്റിന് നേരിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥനോട് അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയോ ചെയ്യാം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അറസ്റ്റ് ബൈ എ പ്രൈവറ്റ് പേഴ്സൺസ്. സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യന് വേണമെങ്കിൽ മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാം. ഒരു സാധാരണ ഒരു ഇന്ത്യൻ പൗരന് മറ്റൊരു ഇന്ത്യൻ പൗരനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 43 ഓഫ് CRPC, it gives right to a private person to arrest an individual who is in his or her presence commit a cognizable or a non-bailable offence. പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നുകിൽ ഒരു കോഗ്നിസിബിൾ ഒഫൻസോ അല്ലെങ്കിൽ നോൺ ബെയിലബിൾ ഒഫൻസോ നിങ്ങളുടെ മുൻപിൽ വച്ച് മറ്റൊരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് എനി പേഴ്സൺ കമ്മിറ്റ്സ് എനി മർഡർ,
നിങ്ങളുടെ തൊട്ട് മുൻപിൽ വെച്ച് ഒരാൾ ഒരു കൊലപാതകം ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാം. ഓർ ഹൂ ഈസ് എ പ്രൊക്ലെയിം ഒഫൻഡർ, പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ദ പ്രൈവറ്റ് പേഴ്സൺ ക്യാൻ അറസ്റ്റ് സച്ച് എൻ ഒഫൻഡർ ടു ഹാൻഡ് ഓവർ ഹിസ് കസ്റ്റഡി ടു ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്, ഒരു സ്വകാര്യ വ്യക്തിക്ക് അവരെ അറസ്റ്റ് ചെയ്യുകയും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അവരെ ഏൽപ്പിക്കുകയും ചെയ്യാം. ആൻഡ് സെക്ഷൻ 46 ക്ലോസ് 1 ഡീൽസ് വിത്ത് പ്രൊസീജിയർ ഓഫ് എൻ അറസ്റ്റ്. സെക്ഷൻ 46 ഭാഗങ്ങളാണ് എന്താണ് പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ആക്ഷൻ ഓഫ് അറസ്റ്റ്. പോലീസ് ഓഫീസർ or the person making arrest shall actually touch or confine the body of person arrested. ആരാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ അവരെ പിടിക്കുകയോ പിടിച്ചു കൊണ്ടുവരികയോ ചെയ്യണം. ആൻഡ് ഇൻ കേസ് ഓഫ് എ വുമൻ ഹൂസ് സബ്മിഷൻ ടു ദ കസ്റ്റഡി ആൻഡ് ഓറൽ ഇൻറ്റിമേഷൻ ഓഫ് അറസ്റ്റ് ഷാൽ ബി പ്രസ്യൂം അൺലെസ് ദ പോലീസ് ഓഫീസർ ഈസ് ഫീമെയിൽ. ഒരു ഫീമെയിൽ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അല്ലാത്ത സാഹചര്യത്തിൽ അവരെ സ്പർശിക്കാൻ പാടുള്ളതല്ല. അവരെ അറസ്റ്റ് ചെയ്തതായിട്ട് ഒരു ഓറൽ ഇൻറ്റിമേഷൻ പറയുക മാത്രമാണ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് അക്കോർഡിംഗ് ടു സെക്ഷൻ 46 ക്ലോസ് 2 പോലീസ് ആർ ഓതറൈസ്ഡ് ടു യൂസ് റീസണബിൾ എമൗണ്ട് ഓഫ് ഫോഴ്സ് ടു എഫക്റ്റ് ആൻ അറസ്റ്റ്. ഒരു റീസണബിൾ എമൗണ്ട് ഓർ മീൻസ് ഓഫ് ഫോഴ്സ് ഉപയോഗിക്കാനായിട്ട് പോലീസിന് സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഇൻ കേസ് ഇഫ് ദ പേഴ്സൺ റെസിസ്റ്റ് സച്ച് അസ് അറസ്റ്റ് റെസിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പോലീസിന് റീസണബിൾ ഫോഴ്സ് അവിടെ ഉപയോഗിക്കാം. ആൻഡ് അക്കോർഡിംഗ് ടു സെക്ഷൻ 46 ക്ലോസ് 4 contains a woman cannot be arrested after sunset or before sunrise. ഒരു സ്ത്രീ ഒരിക്കലും സാധാരണ സിറ്റുവേഷൻസിൽ ഒരിക്കലും സൂര്യാസ്തമനത്തിന് ശേഷമോ സൂര്യോദയത്തിന് മുൻപുള്ള സമയത്ത്, വിച്ച് മീൻസ് ഇൻ ദ നൈറ്റ് പീരിയഡ്, ഒരിക്കലും സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഇഫ് എനി എക്സെപ്ഷണൽ കണ്ടീഷൻ exists, the woman police officer by making a written report can obtain the prior permission of judicial magistrate with the local jurisdiction and can make a arrest. ഒരു എക്സെപ്ഷണൽ സിറ്റുവേഷൻ വരികയാണെങ്കിൽ, തീർത്തും അനിവാര്യമായിട്ടുള്ളൊരു ഘട്ടമാണെങ്കിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ആ ജൂറിസ്ഡിക്ഷനുള്ള മജിസ്ട്രേറ്റിന് ഒരു റിട്ടേൺ ആപ്ലിക്കേഷൻ റിപ്പോർട്ടായിട്ട് കൊടുക്കുകയും അത് മുഖാന്തരം അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യാം. Now let us discuss what are the rights of an arrested persons. ഒരു അറസ്റ്റഡ് പേഴ്സൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് റൈറ്റ് ടു ബി ഇൻഫോം ദ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്. സെക്ഷൻ 50 ക്ലോസ് 1 പറയുന്നത്, ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ എന്ത് നിയമത്തിൻ്റെ അല്ലെങ്കിൽ എന്ത് ഒഫൻസിൻ്റെ പേരിലാണ് അയാൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അയാളെ ആ സമയത്ത് തന്നെ അറിയിച്ചിരിക്കണം. ആൻഡ് റൈറ്റ് ടു ബി റിലീസ്ഡ് ഓൺ ബെയിൽ ഇൻ കേസ് ഓഫ് ബെയിലബിൾ ഒഫൻസസ്. സെക്ഷൻ 50 ക്ലോസ് 2 പ്രകാരം ബെയിലബിൾ ഒഫൻസ്, ജാമ്യം കിട്ടുന്ന വകുപ്പിലാണ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അയാളെ ജാമ്യത്തിൽ വിടണം, അത് അയാളുടെ അവകാശമാണ്. ആൻഡ് റൈറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ എ മജിസ്ട്രേറ്റ് അണ്ടർ സെക്ഷൻ 56 ആൻഡ് 57. സെക്ഷൻ 56 57 പ്രകാരം ഒരു നോൺ ബെയിലബിൾ കേസൊക്കെ ആണെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയിരിക്കണം. അങ്ങനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാവുക എന്നുള്ളത് ആ പ്രതിയുടെ ഒരു അവകാശമാണ്, അറസ്റ്റഡ് പേഴ്സൻ്റെ അവകാശമാണ്. നൗ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. പ്രധാനമായിട്ടും ചില പ്രത്യേക സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അവർക്കൊരു പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ അവർക്ക് കിട്ടും. പ്രധാനമായിട്ടൊരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ തുടങ്ങിയിട്ടുള്ള നിയമ സാഹചര്യങ്ങൾ വരുന്ന ഘട്ടത്തിലേക്കാണ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ പൊതുവിൽ ലഭിക്കുന്നത്. ആൻഡ് റൈറ്റ് ടു കൺസൾട്ട് എ ലീഗൽ പ്രാക്ടീഷണർ അണ്ടർ സെക്ഷൻ 41D. ലീഗൽ പ്രാക്ടീഷണറെ അല്ലെങ്കിൽ ഒരു ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ ഒരു അഡ്വക്കേറ്റിനെ കാണാനുള്ള, കൺസൾട്ട് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ടായിരിക്കും. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു
നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യമില്ലാത്ത വകുപ്പാണെങ്കിൽ അറസ്റ്റഡ് പേഴ്സണെ എത്രയും പെട്ടെന്ന് ഒരു അഡ്വക്കേറ്റിനെ വിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. ആൻഡ് റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്. ഇഫ് ദാറ്റ് പേഴ്സൺ, അറസ്റ്റഡ് പേഴ്സൺ, ഈസ് നോട്ട് ഹാവിങ് ഇനഫ് വർത്ത് or enough money to consult a lawyer, ലോയറിനെ വയ്ക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി അവർക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ലീഗൽ എയ്ഡിനുള്ള അവകാശവും സാധാരണഗതിയിൽ അറസ്റ്റഡ് പേഴ്സൺസിന് ഉണ്ടായിരിക്കും. ആൻഡ് റൈറ്റ് ടു ബി എക്സാമിൻഡ് ബൈ എ മെഡിക്കൽ പ്രാക്ടീഷണർ അണ്ടർ സെക്ഷൻ 54 clause 1. അവരെ ഒരു 24 മണിക്കൂറൊക്കെയാണ് കസ്റ്റഡിയിൽ മാക്സിമം വയ്ക്കാൻ പറ്റുന്ന സമയം. അതിനുശേഷം പ്രതികളെ അല്ലെങ്കിൽ അറസ്റ്റഡ് പേഴ്സൺസിനെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർക്ക് മുൻപിൽ ഹാജരാക്കിയിരിക്കണം. കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന സമയത്ത് അവരെ ദേഹോപദ്രവമൊന്നും ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ കൺസൾട്ട് ചെയ്യാൻ ഉള്ള അവകാശം പ്രതികൾക്ക് അറസ്റ്റഡ് പേഴ്സൺസിന് ലഭിക്കുന്നത്. സോ ദീസ് ആർ ദ ബേസിക് റൈറ്റ്സ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺസ്. Now let's move on to investigation. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അന്വേഷണം. So investigation is an important segment of criminal procedure. The first step after a crime is committed or information received by a police officer about crime of an offense is investigation. അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇൻഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായിട്ട് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് പോലീസ് ചെയ്യേണ്ടുന്നത് അതിനെപ്പറ്റിയിട്ടുള്ള അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ദ പർപ്പസ് ഈസ് ടു ഐഡൻറ്റിഫൈ ദ ഒഫൻഡർ ആൻഡ് ടു പ്രൊസീഡ് ഹിം ഫോർ ട്രയൽ സോ ആസ് ടു സെർവ് ഹിം വിത്ത് പണിഷ്മെൻറ്റ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ കോഡ്. ഒരു കുറ്റകൃത്യം നടന്നതായിട്ടുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് ആ സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് എത്രയും പെട്ടെന്ന് ഒഫൻഡറായിട്ടുള്ള വ്യക്തിയെ പിടികൂടാനും അതിനുശേഷം അയാളെ വിചാരണയ്ക്ക് ഹാജരാക്കുന്നതിനും അതുപ്രകാരമുള്ള പണിഷ്മെൻറ്റ് വാങ്ങിക്കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ്. സോ സെക്ഷൻ 156 ഓഫ് ദ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് കൺഫേഴ്സ് പവേഴ്സ് ഓൺ പോലീസ് ഓഫീസർ ടു ഇൻവെസ്റ്റിഗേറ്റ് കോഗ്നിസിബിൾ ഒഫൻസസ്. കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ പോലീസിന് വാറൻ്റ് ഇല്ലാതെ തന്നെ, ഒരു കോടതിയുടെ അനുമതി ഇല്ലാതെ തന്നെ നേരിട്ട് അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ടായിരിക്കും. ആൻഡ് നോൺ കോഗ്നിസിബിൾ ഒഫൻസസ് ആണെങ്കിൽ പോലീസിന് വാറൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമാണത്, അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള കേസുകൾ അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ. നൗ വാട്ട് ഈസ് ദ പവർ ഓഫ് പോലീസ് ടു ഇൻവെസ്റ്റിഗേറ്റ്? അന്വേഷണം നടത്താനുള്ള പോലീസിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. സെക്ഷൻ 156 of the code empowers police officer in charge of a police station to investigate a case in his territorial jurisdiction without the order of magistrate, only if the offense is cognizable offense. ഒരു പോലീസ് സ്റ്റേഷൻ്റെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, SHO എന്ന് ഷോർട്ടായിട്ട് പറയാം, ആ പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന് തൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു ഒഫൻസ് അല്ലെങ്കിൽ ഒരു ക്രൈം അത് കോഗ്നിസിബിൾ ആണെങ്കിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ വാറൻ്റ് ഇല്ലാതെ തന്നെ അന്വേഷണത്തിലേക്ക് ആരംഭിക്കാം. ദ ഓഫീസർ മേ ഓൾസോ ഇനിഷ്യേറ്റ് എൻ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദ ഓർഡർ ഓഫ് മജിസ്ട്രേറ്റ് എംപവേർഡ് അണ്ടർ സെക്ഷൻ 190. അതുപോലെ സെക്ഷൻ 190 പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റിൻ്റെ ഒരു ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ അതിന്മേലും അന്വേഷണം നടത്തി തുടങ്ങാം. സോ ദീസ് ആർ ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇൻവെസ്റ്റിഗേഷൻ. ആൻഡ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ടൈമാണ് എൻക്വയറി. ദാറ്റ് ഈസ്, എൻക്വയറി ഇൻ ജനറൽ സെൻസ് മീൻസ് എ പ്രോസസ് ഓഫ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടു എക്സ്ട്രാക്ട് വാല്യുബിൾ ഇൻഫർമേഷൻ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ ദ ട്രയൽ. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട്, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് അതിനെയാണ് പൊതുവെ എൻക്വയറി എന്ന് പറയുന്നത്. സോ ദർ ആർ ബേസിക്കലി 6 types ഓഫ് എൻക്വയറീസ് അണ്ടർ CRPC.
ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ജുഡീഷ്യൽ എൻക്വയറി. ജുഡീഷ്യൽ എൻക്വയറി ആണ് ആദ്യത്തേത്. ഇറ്റ് ഈസ് എൻ എൻക്വയറി പ്രൊസീഡിയർ ഇൻ മാറ്റർ റിലേറ്റിംഗ് ടു എ പബ്ലിക് കൺസേൺ വിച്ച് വാസ് ഡൺ ബൈ എ ജഡ്ജ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ്. ഒരു പബ്ലിക്കിനെ മൊത്തമായിട്ട് ബാധിക്കുന്ന, ജനങ്ങളെ മൊത്തമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്, ഒരു പൊതു താല്പര്യം അത്രമാത്രമുള്ള ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നിയമിക്കുന്ന ഒരു ജഡ്ജ് നടത്തുന്ന അന്വേഷണത്തിനെയാണ് ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡൺ ബൈ എ ജഡ്ജ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ്. ആൻഡ് നെക്സ്റ്റ് ഈസ് നോൺ ജുഡീഷ്യൽ എൻക്വയറി. So it can be also termed as an administrative inquiry, which means inquiry which is not for the purpose of enforcement of law. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എൻക്വയറി എന്നാണ് ഇതിനെ പ്രധാനമായിട്ടും പറയുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള എൻക്വയറീസ്, അത് നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലോ എൻഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവില്ല. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ മാത്രം നടത്തുന്ന എൻക്വയറീസിനെയാണ് നോൺ ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുന്നത്. And third one is preliminary inquiry. It is an inquiry prior to the trial and which is done for the purpose of indicating the criminal nature of an offence or for the reason that whether the trial should be start or not. വിചാരണ തുടങ്ങുന്നതിന് മുൻപുള്ള എൻക്വയറിനെയാണ് പ്രിലിമിനറി എൻക്വയറി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ആ ഒഫൻസിൻ്റെ കാറ്റഗറി എന്താണ്, അതിൻ്റെ ക്രിമിനൽ നേച്ചർ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ വിചാരണ നടത്തേണ്ടുന്ന ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മുൻപേ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിലിമിനറി എൻക്വയറി നടത്തുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ലോക്കൽ എൻക്വയറി അണ്ടർ സെക്ഷൻ 148 ഓഫ് CRPC. ഇറ്റ് മീൻസ് ദാറ്റ് എ മജിസ്ട്രേറ്റ് മേ ഡെപ്യൂട്ട് എനി സബോർഡിനേറ്റ് മജിസ്ട്രേറ്റ് ഫോർ മേക്കിംഗ് എ ലോക്കൽ എൻക്വയറി. ദ മജിസ്ട്രേറ്റ് മേ ഓൾസോ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ എൻക്വയറി ആൻഡ് ഫോർ ദ ഗൈഡൻസ് ഓഫ് സബോർഡിനേറ്റ് മജിസ്ട്രേറ്റ്. ഒരു മജിസ്ട്രേറ്റ് അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് മജിസ്ട്രേറ്റിനെ വെച്ച് ഒരു എൻക്വയറി നടത്തുന്നതിനെയാണ് ലോക്കൽ എൻക്വയറി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് എൻക്വയറി ഇൻ ടു ഒഫൻസ്. ഇറ്റ് ക്യാൻ നെവർ എൻഡ് അപ്പ് ഇൻ കൺവിക്ഷൻ ഓർ അക്യൂട്ടൽ. ദ എൻക്വയറി ഇൻ ടു എൻ ഒഫൻസ് ജസ്റ്റ് ബേസ്ഡ് അപ്പ് ദ കാൾ ഫോർ ദ ട്രയൽ. പൊതുവെയുള്ള ഒരു ഒഫൻസ് നടക്കുകയാണ്, അതിന്മേൽ നടത്തുന്ന എൻക്വയറിനെയാണ് എൻക്വയറി ഇൻ ടു ഒഫൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. CRPCയിൽ പൊതുവെയുള്ള പോലീസ് എൻക്വയറി മറ്റു കാര്യങ്ങളെല്ലാം ഈ ഗണത്തിൽ നമുക്ക് പെടുത്താം. നൗ നെക്സ്റ്റ് കാറ്റഗറീസ്, അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് സെർച്ച് ആൻഡ് സീഷർ. സോ ദ വേർഡ് സെർച്ച് refers to operation of government machinery that involves checking through or carefully inspecting a location. Checking or inspecting a location, area, person, object, etc. to detect something hidden or to reveal the pieces of evidence of a crime. അപ്പോൾ സെർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ചെക്കിംഗ് ഓർ കെയർഫുള്ളി ഇൻസ്പെക്ടിങ് എ ലൊക്കേഷൻ. ലൊക്കേഷൻ ആവാം, ഏരിയ ആവാം, ഒരു പേഴ്സണെ ആവാം, ഒരു ഒബ്ജക്റ്റ് ആവാം, തുടങ്ങിയിട്ടുള്ള എന്ത് കാര്യത്തിനെയാണെങ്കിലും ഏതെങ്കിലും ഒരു എവിഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഹിഡൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെ നടത്തുന്ന ആ ഒരു ഇൻസ്പെക്ഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു ചെക്കിങ്ങിനെയാണ് പൊതുവെ സെർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെർച്ചിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ സെർച്ചിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് സീഷർ എന്ന് പറയാം. Seizure means it is a vigorous action that unexpectedly takes over or captures, removes or overwhelms an entity or an individual. സെർച്ച് നടത്തിയതിന് ശേഷം ലഭിക്കുന്ന അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു എവിഡൻസോ മറ്റെന്ത് കാര്യമായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് അല്ലെങ്കിൽ സെർച്ച് നടത്തുന്ന ആ ഒരു ഒഫീഷ്യൽസ് ആയിട്ടുള്ളവർ അവർ എടുക്കുന്നതിനെയാണ്, അവർ കൈവശം വയ്ക്കുന്നതിനെയാണ് സീഷർ എന്ന് പറയുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർ എൻക്വയറി. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സെർച്ച് നടത്തി കിട്ടുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഗുഡ്സ് ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അത് പിടിച്ചെടുക്കുന്നതിനെയാണ് സീഷർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്.
Now section 93 states the situations in which search warrants may be issued. ഏതൊക്കെ ഘട്ടത്തിലാണ് സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള സെക്ഷൻ 93 പറയുന്നത്. It includes where the court has certain reason to believe that any person to whom summon or requisition has been addressed will not duly produce the said document or thing which is required. പോലീസ് കോടതി ഒരു വ്യക്തിയോട് ഇന്ന ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി സമൻസ് അയക്കുകയാണ്. എന്നാൽ ആ വ്യക്തി അത് ഹാജരാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ ഏരിയ ഓർ പ്രെമിസസിൽ കോടതിക്ക് ഉദ്യോഗസ്ഥരെ വിട്ട് സെർച്ച് നടത്തുകയും ആ പറയുന്ന ഏത് മെറ്റീരിയലാണോ പ്രൊഡ്യൂസ് ചെയ്യാത്തത് അത് അവിടെ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് സീസ് ചെയ്ത് കോടതിയിൽ എത്തിക്കുകയും ചെയ്യാനായിട്ട് ഉത്തരവിടാം. അതിനു വേണ്ടിയിട്ട് സെർച്ച് വാറന്റ് കോടതിക്ക് ഇഷ്യൂ ചെയ്യാം. ആൻഡ് സെക്കൻഡ്, ഇൻ കേസ് വെർ ദ സെഡ് ഡോക്യുമെൻറ്റ് ഓർ തിങ് ഇൻ പൊസഷൻ ഓഫ് എനി പേഴ്സൺ ബട്ട് ഈസ് നോട്ട് നൗൺ ടു ദ കോർട്ട്. കോടതിക്ക് അറിയാത്ത ഒരു വ്യക്തിയുടെ കൈവശമാണ്, ആരുടെ കയ്യിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. ആ മെറ്റീരിയൽ കോടതിക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ട്രയലിൻ്റെ ഭാഗമായിട്ട് ആവശ്യമുള്ളതാണ്. അങ്ങനെയാണെങ്കിലും സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യാം. ആൻഡ് ഇൻ കേസ് വെർ ജനറൽ സെർച്ച് ആൻഡ് എൻക്വയറി ആർ എ മസ്റ്റ് ഫോർ ക്യാരിങ് ഔട്ട് ദ എൻക്വയറി, ട്രയൽ ഓർ അതർ പ്രൊസീഡിങ്, വിചാരണയുടെയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെയോ എൻക്വയറിയുടെയോ ഒക്കെ ഭാഗമായിട്ട് സെർച്ച് ആൻഡ് സീഷർ നടത്തേണ്ടുന്നത് അത്യാവശ്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും കോടതിക്ക് സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യാം. ആൻഡ് ഇൻ കേസ് വെർ ഓൺലി എ സ്പെസിഫിക് പ്ലേസ് ഓർ പാർട്ട് നീഡ് ടു ബി സെർച്ച് ആൻഡ് ഇൻസ്പെക്റ്റഡ്, ദെൻ ഇൻ ദാറ്റ് കേസ് ദ സെയിം ഷാൽ ബി എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ഇൻ ദ വാറന്റ്. ഏതെങ്കിലും സ്പെസിഫിക് പ്ലേസോ അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു സ്പെസിഫിക് പാർട്ടോ മാത്രമാണ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സ്പെസിഫിക് പ്ലേസോ ആ ഒരു സ്പെസിഫിക് പാർട്ടോ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രത്യേക സ്ഥലമോ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ തന്നെ ഒരു പ്രത്യേക ഭാഗമോ മാത്രം സെർച്ച് ചെയ്യാനായിട്ടും കോടതിക്ക് വേണമെങ്കിൽ സെർച്ച് വാറണ്ട് ഇറക്കാം. ആൻഡ് ഇഫ് ദ മജിസ്ട്രേറ്റ് അതർ തന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർ Chief Judicial Magistrate shall not be authorized to search for any document, parcel or other thing in the custody of postal or telegraph authority. സാധാരണഗതിയിൽ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ അല്ലാത്തൊരു വ്യക്തിക്കും സെർച്ച് നടത്തുവാനോ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ടെലിഗ്രാഫ് അതോറിറ്റിയുടെ കൈവശമുള്ള ഏതെങ്കിലും വസ്തുക്കളാണുള്ളതെങ്കിൽ അവിടെ സെർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള അധികാരം ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ അല്ലാത്ത മജിസ്ട്രേറ്റിന് ഉണ്ടായിരിക്കില്ല. ആൻഡ് സെക്ഷൻ 94 കണ്ടെയ്ൻസ് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു സെർച്ച് ഓഫ് പ്ലേസ് സസ്പെക്റ്റഡ് ടു കണ്ടെയ്ൻ സ്റ്റോളൻ പ്രോപ്പർട്ടി. ഇതിന് പ്രദേശത്തൊരു കളവ് മുതലുണ്ട് എന്നുള്ള സംശയം വരികയാണെങ്കിൽ അവിടെ സെർച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻസിനെ പറ്റിയിട്ട് പറയുന്നതാണ് സെക്ഷൻ 94, ഡീൽസ് വിത്ത് സ്റ്റോളൻ പ്രോപ്പർട്ടി. ആൻഡ് the act of seizing is well known as seizure. It is an action coupled with force in which an object or person is suddenly taken over, grabbed or removed or overwhelmed. നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് നടത്തിയതിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് സീഷർ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ കണ്ടെത്തിയിട്ടുള്ള സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആയിരിക്കാം. അത് ടേക്ക് ഓവർ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് സീഷർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now, general provisions relating to search, that is under section 100, according to which the officer making the search has to call two respectable persons to witness the search. ഒരു സെർച്ച് നടക്കുകയാണെങ്കിൽ അത് വിറ്റ്നസ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കുറഞ്ഞത് 2 പേരെങ്കിലും പോലീസ് അവിടെ ഹാജരാക്കിയിരിക്കണം. അവരെ സാക്ഷികളായിട്ട് അവരെ ഒപ്പ് വാങ്ങിക്കുകയും വേണം. And the persons residing in the place shall allow and make facilities for the search. ഒരു പ്രോപ്പറായിട്ടുള്ള സെർച്ച് ആണെങ്കിൽ ആ സെർച്ച് നടത്തുന്നതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമായിട്ടുള്ള സഹകരണവും ആ ഏത് വ്യക്തിയാണോ അവിടെ താമസിക്കുന്നത് ആരുടെ ഉടമസ്ഥതയിലാണോ ആ പ്ലേസ് ഉള്ളത് അയാൾ അവിടെ ചെയ്തു കൊടുത്തിരിക്കണം. And the officer has to prepare a list of things seized and get it signed by the witness. ഏതെങ്കിലും വസ്തുക്കൾ സീസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണോ സീസ് ചെയ്യുന്നത് അതെല്ലാം കൃത്യമായി ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും നേരത്തെ സൂചിപ്പിച്ച വിറ്റ്നസിനെ കൊണ്ട് അതിലെല്ലാം സൈൻ ചെയ്യിപ്പിക്കുകയും വേണം. ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് സെർച്ച് ഷാൽ ബി പെർമിറ്റഡ് ടു
a person in charge of the search shall be permitted to witness the search. ഇവിടുത്തെ പേഴ്സൺ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്. പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ പ്രെമിസസ് ഓർ ദ ഹൗസ് എന്നുള്ളത് തിരുത്തി വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏത് വ്യക്തിയുടെ ഉടമസ്ഥതയിലാണോ ആ വീട് അല്ലെങ്കിൽ പ്രെമിസസ് ഉള്ളത്, ആ വ്യക്തിയെയും ഇതിൻ്റെ വിറ്റ്നസ്സായി സാക്ഷിയായിട്ട് അവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. And if a person summoned to witness the search refused without reasonable cause, he is deemed to have committed an offence under section 189 of IPC. സെർച്ച് വാറണ്ട് ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രദേശത്ത് സെർച്ച് ചെയ്യണമെന്നുള്ള ഓർഡറുമായിട്ട് പോലീസ് വരികയാണ്. ആൻഡ് ഒരു വ്യക്തിയെ അവിടെ വിറ്റ്നസ്സായിട്ട് അവിടേക്ക് വരണമെന്നും സമൻസ് അയക്കുകയാണ്. അങ്ങനെ വിറ്റ്നസ്സായിട്ട് വരാൻ പറഞ്ഞ ആ വ്യക്തി അവിടെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ വരാതിരിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ പീനൽ കോഡിലെ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 189 വകുപ്പ് പ്രകാരമുള്ള ഒരു കുറ്റകൃത്യമായിരിക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ്, an occupier can obstruct the search if the officer is not following legal procedure. കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ പാലിക്കാതെയാണ്, നിയമ നടപടികൾ പാലിക്കാതെയാണ് ആ സെർച്ച് നടക്കുന്നത് എന്ന് ഒക്യുപ്പയർക്ക് തോന്നുകയാണ്. ആ വീട്ടുടമസ്ഥനോ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോ തോന്നുകയാണെങ്കിൽ അവർക്ക് ആ സെർച്ചിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ ദീസ് ആർ ദ ജനറൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സെർച്ച് ആൻഡ് സീഷർ. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ആൻഡ് പവേഴ്സ് ഓഫ് ക്രിമിനൽ കോഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യത്തെ വീഡിയോയിൽ കോടതിയുടെ അല്ലെങ്കിൽ കോടതികളുടെ ഹൈറാർക്കി എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഓർഡർ ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ആൻഡ് ഇൻ ദിസ് വീഡിയോ വിൽ ബി ഡീലിംഗ് വിത്ത് വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ക്രിമിനൽ കോഡ്സ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ സുപ്രീം കോടതി മുതൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വരെയുള്ള ഒരു ഹൈറാർക്കിയാണ് ക്രിമിനൽ കോടതി സംവിധാനങ്ങൾക്കുള്ളത്. അങ്ങനെയുള്ള ഓരോ കോടതികളുടെയും അധികാരങ്ങളും ആൻഡ് അതിൻ്റെ പവേഴ്സും എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് എന്നുള്ളത് ഇറ്റ് ഈസ് ദ അപ്പെക്സ് കോർട്ട് ഇൻ ദ കൺട്രി. ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കോടതികളുടെ ഏറ്റവും അപ്പെക്സ് കോർട്ടാണ്, ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാമത്തെ കോടതിയാണ് സുപ്രീം കോടതി. ഇറ്റ് ഈസ് എംപവേർഡ് ടു പാസ് എനി സെൻറ്റൻസ് ഇൻക്ലൂഡിംഗ് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ഡെത്ത് സെൻറ്റൻസ് ആൻഡ് ഓൾസോ എംപവേർഡ് ടു ഹിയർ അപ്പീൽ ഫ്രം എനി ഹൈ കോർട്ട്സ്. സുപ്രീം കോടതിക്ക് ലൈഫ് ഇംപ്രിസൺമെൻറ്റോ ആജീവനാന്ത തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ വരെ വിധിക്കാൻ ഉള്ള അധികാരമുള്ള കോടതിയാണ് സുപ്രീം കോടതി. അതുപോലെ അതിന് ഹൈക്കോടതികളിൽ നിന്നുമുള്ള അപ്പീലുകളും സുപ്രീം കോടതിയിൽ പരിഗണിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ഹെഡഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അത് ഹെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആയുള്ളത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. രണ്ടാമത്തേതാണ് ഹൈക്കോർട്ട്. ഹൈക്കോർട്ട് വിൽ ബി ദെയർ ഇൻ ദ സ്റ്റേറ്റ് ലെവൽ. ഓരോ സംസ്ഥാന തലത്തിലുള്ള ഏറ്റവും വലിയ കോടതിയാണ്, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ വരുന്ന പ്രഥമ കോടതികളാണ് ഹൈക്കോടതികൾ. ആൻഡ് ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. ആൻഡ് ഇറ്റ് ഈസ് എംപവേർഡ് ടു ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ഡെത്ത് സെൻറ്റൻസ്. അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആജീവനാന്ത തടവും അതുപോലെ വധശിക്ഷയും വിധിക്കാനുള്ള അധികാരം ഹൈക്കോടതികൾക്കുമുണ്ട്. ആൻഡ് ഓൾസോ ഹാസ് സൂപ്പറിൻറ്റൻഡൻസ് ഓവർ കോർട്ട് ഓഫ് സെഷൻസ് ആൻഡ് മജിസ്ട്രേറ്റ് ഇൻ ദ സ്റ്റേറ്റ്. അതുപോലെ ആ സംസ്ഥാനത്തെ സെഷൻസ് കോടതികളെയും മജിസ്ട്രേറ്റ് കോടതികളെയും അവരെ മാനേജ് ചെയ്യാനും അവരോട് വേണ്ടുന്ന ഓർഡറുകൾ പറയാനും ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള നിർദ്ദേശങ്ങളും മറ്റ് ഓർഡറുകളും കൊടുക്കാനുള്ള അധികാരവും ഹൈക്കോടതിക്കുണ്ടായിരിക്കും. ഇറ്റ്സ് പവേഴ്സ് ഇൻക്ലൂഡ് അപ്പീൽ പവേഴ്സ്, റെഫറൻസ് പവർ, റിവിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് കേസസ്. നേരത്തെ പറഞ്ഞ പോലെ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ ഹൈക്കോടതിക്ക് കേൾക്കാം. അതുപോലെ മറ്റുള്ള കോടതികളിൽ നിന്ന് വരുന്ന ഏതെങ്കിലും കേസുകൾക്ക് റെഫറൻസ്
ഹൈക്കോടതികളിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒന്നുകിൽ ഒരു കീഴ്ക്കോടതിയിൽ നിന്നും ഏതെങ്കിലും ഒരു നിയമ വിഷയത്തിൽ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം ഉണ്ടാവുകയാണെങ്കിൽ ആ സംശയം മേൽക്കോടതിയായിട്ടുള്ള ഹൈക്കോടതിയിലേക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് അയക്കാം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ സംശയങ്ങൾ, ആ റെഫറൻസുകൾ തീർത്തു കൊടുക്കാനുള്ള അധികാരവും ഹൈക്കോടതിക്കുണ്ടായിരിക്കും. ആൻഡ് റിവിഷൻ, മുൻപ് വന്നൊരു കേസിനെ ഒന്നുകൂടി പരിഗണിക്കാനുള്ള അധികാരവും ഹൈക്കോടതിക്കുണ്ട്. റീവിഷൻ, ഒന്നുകൂടി പരിഗണിക്കാനുള്ള അധികാരവും ഹൈക്കോടതിക്കുണ്ടായിരിക്കും. ആൻഡ് ട്രാൻസ്ഫർ ഓഫ് കേസസ്, ഒരു കോടതിയുടെ അധികാരപരിധിയിലുള്ള കേസല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റൊരു കോടതിയിലേക്ക് മാറ്റാനുള്ള അധികാരവും ഹൈക്കോടതിക്കുണ്ടായിരിക്കും. ട്രാൻസ്ഫർ ഓഫ് കേസസ്. മൂന്നാമത്തേതാണ് കോർട്ട് ഓഫ് സെഷൻസ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ എസ്റ്റാബ്ലിഷ് എ കോർട്ട് ഓഫ് സെഷൻ for each session or divisions of each district. എല്ലാ ജില്ലകളിലും ഉള്ള എല്ലാ ഡിവിഷനുകളിലും ഓരോ സെഷൻസ് കോടതികൾ വീതം സ്ഥാപിക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ്. അതിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടുള്ളത് ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് ആയിരിക്കും. ആൻഡ് ദർ മേ ബി അഡീഷണൽ സെഷൻസ് കോർട്ട് ഹെഡഡ് ബൈ അഡീഷണൽ സെഷൻസ് ജഡ്ജ്. ഒരു ജില്ലയിലെ ഏറ്റവും പരമോന്നത കോടതി എന്ന് പറയാൻ സാധിക്കുന്നത് സെഷൻസ് കോടതികളായിരിക്കും, ഡിസ്ട്രിക്ട് സെഷൻസ് കോടതികളായിരിക്കും. അതിൻ്റെ ഓഫീസറായിട്ടുള്ളത് ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജാണ്. അതുപോലെ തന്നെ അഡീഷണൽ സെഷൻസ് കോടതികളും ഒരു ജില്ലയിലുണ്ടായിരിക്കാം. അങ്ങനെയുള്ള അഡീഷണൽ സെഷൻസ് കോടതികളുടെ പ്രിസൈഡിംഗ് ഓഫീസർ, പ്രധാന അധികാരിയായിട്ട് വരുന്നത് അഡീഷണൽ സെഷൻസ് ജഡ്ജസ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ pass any sentence including life imprisonment and death sentence and fine without any limit. അതിനും നേരത്തെ സൂചിപ്പിച്ച പോലെ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ ഡെത്ത് സെൻറ്റൻസോ അല്ലെങ്കിൽ ഏത് പരിധി വരെ വേണമെങ്കിലും ഫൈനും വിധിക്കാം. ബട്ട് ഹിയർ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ഓർ ഡെത്ത് സെൻറ്റൻസ് ആണ് വിധിയായിട്ട് പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു കൺഫർമേഷൻ ബൈ ദ ഹൈക്കോർട്ട്. ഒരു ഡെത്ത് സെൻറ്റൻസോ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ ആണ് പറയുന്നതെങ്കിൽ അത് ഹൈക്കോടതിയുടെ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമാണ് ആ ശിക്ഷ അവിടെ ഫലത്തിൽ വരികയുള്ളൂ. ആൻഡ് അനദർ ഈസ് കോർട്ട് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളാണ്. അതിനെ പ്രധാനമായിട്ടും കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളാണ്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒന്നാമത്തെ കാറ്റഗറിയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വരുന്നതാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ദേ ആർ എംപവർഡ് ടു പാസ് സെൻറ്റൻസ് അപ് ടു 7 years ആൻഡ് ഫൈൻ വിത്തൗട്ട് എനി ലിമിറ്റ്. 7 വർഷം വരെ തടവും അതുപോലെ അതിനേക്കാൾ 7 വർഷം വരെ തടവും എത്ര രൂപ വരെ വേണമെങ്കിലും പിഴയും അവർക്ക് വിധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളിൽ 7 വർഷം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കുന്ന കേസുകൾ വരെയാണ് മാക്സിമം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികൾ പോവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് വരുന്ന ഒരു കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഉദാഹരണത്തിന് ഒരു കൊലപാതകമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ഏറ്റവും ആദ്യം എത്തുക സെഷൻസ് കോടതിയിലേക്കായിരിക്കും. ആൻഡ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, രണ്ടാമത്തെയാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. It can pass up to 3 years imprisonment and fine up to 10,000 or both. 3 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയുമാണ് അടയ്ക്കാൻ ഇവർക്ക് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് വിധിക്കാനായിട്ട് സാധിക്കുക. ആൻഡ് ദെൻ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്, ഇറ്റ് ക്യാൻ പാസ് സെൻറ്റൻസ് അപ് ടു 1 year ആൻഡ് ഫൈൻ അപ് ടു 10,000 or both. 1 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയുമാണ് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് വിധിയായിട്ട് പറയാൻ സാധിക്കുക. ആൻഡ് അടുത്തൊരു കാറ്റഗറിയാണ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്സ്. പ്രധാനമായിട്ട് വരുന്ന മെട്രോപൊളിറ്റൻ സിറ്റീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ചെന്നൈ പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള സിറ്റികളിൽ പ്രധാനമായിട്ടും അവിടുത്തെ മാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായിട്ട് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റുകളെ അപ്പോയിൻ്റ് ചെയ്യാൻ സാധിക്കും. അതിനും ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 2 കാറ്റഗറി ആയിട്ടാണ് ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആൻഡ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആൻഡ് സ്പെഷ്യൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. ഇവിടെ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആണെങ്കിൽ they can impose a fine up to 7 years and they can
impose imprisonment up to 7 years and fine without any limit. 7 വർഷം വരെ തടവും വിത്തൗട്ട് എനി ലിമിറ്റ്, ഫൈൻ എത്ര വേണമെങ്കിലും അവർക്ക് അവിടെ വിധിക്കാൻ സാധിക്കും. ആൻഡ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആൻഡ് സ്പെഷ്യൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആണെങ്കിൽ 3 ഇയർ വരെ ഇംപ്രിസൺമെൻറ്റും 10,000 rupees വരെ ഫൈനുമാണ് അവർക്ക് ഇമ്പോസ് ചെയ്യാൻ സാധിക്കുക. ആൻഡ് അറ്റ് ലാസ്റ്റ് കാറ്റഗറി ഈസ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. The state government can appoint as many persons as executive magistrate. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരായിരിക്കും, വിച്ച് മീൻസ് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരായിരിക്കും. ആൻഡ് പ്രധാനമായിട്ടും കളക്ടർ ഉൾപ്പെടെയുള്ളവർ വരുന്നത് ഇത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ്. ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് എത്ര എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് വേണമെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അപ്പോയിൻറ്റ് ചെയ്യാം. ആൻഡ് one of them such appointed should be a district magistrate. അങ്ങനെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പദവിയിലേക്ക് എത്തുന്നത് സ്വാഭാവികമായിട്ടും ആ ജില്ലയിലെ കളക്ടർ ആയിരിക്കും. ആൻഡ് ഓൾസോ ദർ വിൽ ബി എൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. അതുപോലൊരു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഉണ്ടായിരിക്കും. പ്രധാനമായിട്ടും ക്രമസമാധാന പാലനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആൻഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളായിട്ട് വരുന്നത്. ഒരു പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങളായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ ക്ലാസ്. പ്രധാനമായിട്ട് വരുന്ന പ്രൊസീജിയറൽ ഭാഗങ്ങളാണ്, അതിൻ്റെ നടപടിക്രമങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. കൃത്യമായി നോക്കുക, പോയിൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എഴുതി വെച്ച് ഓർമ്മിക്കാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.